അവര് ഇങ്ങനൊരു പ്രപ്പോസൽ മുന്നോട്ട് വെക്കുമെന്ന്. അച്ഛൻ അത്രയും വേണ്ടപ്പെട്ട ആളല്ലേ സാഗരജൻ അങ്കിള്. അപ്പോ അങ്കിള് പെട്ടെന്ന് അങ്ങനെ രോഹന് വേണ്ടി എന്നെ പെണ്ണ് ചോദിച്ചപ്പോ അച്ഛനും മറുത്തു പറയാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. ആ ചെക്കനോട് ഞാനും വെറുതെ സംസാരിച്ചു. സംസാരിക്കേണ്ടിയിരുന്നില്ല. ഞാൻ ഓർത്തോ ഇങ്ങനെയൊക്കെ ആവൂന്ന്. ദീപക്കുമായിട്ടുള്ള വിവാഹം മുടങ്ങിക്കഴിഞ്ഞ് എല്ലാ കുഴപ്പങ്ങളും അവസാനിക്കും. പിന്നെ സ്വസ്ഥായിട്ട് രാജുവിനെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാന്ന് ഓർത്തിരുന്നപ്പോഴാ പുതിയ പുലിവാലി പൊട്ടി മുളച്ചത്. ഋതുമോളെ, മോളെന്താ തനിയെ സംസാരിക്കുന്നേ? ചെറിയമ്മേ, ഞാൻ എന്ത് പറയാനാ? ഞാൻ വീണ്ടും വലിയൊരു പ്രശ്നത്തിലായി എന്ന് പറഞ്ഞാ മതിയല്ലോ. മോൾ എന്തിനാ റോഹന്റെ കാര്യത്തിൽ ഇത്ര ടെൻഷൻ ആവുന്നേ? നമുക്ക് മോളുടെ താല്പര്യം എന്താണെന്ന് ആ പയ്യനെ പറഞ്ഞ് മനസ്സിലാക്കാം. ഇന്നത്തെ കാലത്തെ പിള്ളേർക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ മനസ്സിലാവുന്ന എനിക്ക് തോന്നുന്നേ. മോളെ കണ്ടപ്പോ ആ പയ്യൻ ഇഷ്ടായി. മോളുടെ വിവാഹം മുടങ്ങിയെന്ന് കണ്ടപ്പോ അവൻ അവന്റെ ഇഷ്ടം തുറന്നു പറഞ്ഞു. മോളെ വിവാഹം കഴിക്കാന്നും പറഞ്ഞു. മോൾ ആ പയ്യനോട് മോളുടെ മനസ്സിലെ കാര്യങ്ങൾ തുറന്നു പറഞ്ഞ ആ റോഹന് കാര്യങ്ങൾ മനസ്സിലാവും. മനസ്സിലാകുമായിരിക്കും അല്ലേ ചെറിയമ്മേ? മോൾ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നേ? വിവാഹം മുടങ്ങിയ സാഹചര്യത്തില് പ്രതാപേട്ടനും ഇത്തിരി കൺഫ്യൂഷനിലായിരിക്കും. ആ കൺഫ്യൂഷനൊക്കെ മാറുമ്പോ ചേട്ടനോട് മോളൊന്ന് സംസാരിച്ചാ മതി. മോള് പറഞ്ഞ പോലെ കുറച്ചു നാളുകൂടി വീട്ടിൽ നിന്നിട്ട് മതി വിവാഹം എന്ന് പറയേ. ആ അല്ലെങ്കിൽ മുന്നോട്ട് പഠിക്കണമെന്ന് പറയേ. ഞാൻ അങ്ങനെ സംസാരിച്ച് നോക്കാൻ ചെറിയമ്മേ. കണ്ടില്ലേ, ഇത്രയേ ഉള്ളൂ പ്രശ്നം. അതിനാണോ മോൾ ഇത്രയും ടെൻഷനായേ? മോളെ, മോളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിഷമായിരുന്നു പ്രതാപേട്ടൻ മോളോട് കാണിച്ചിരുന്ന അവഗണന. അതിപ്പോ മാറി. ചേട്ടൻ മോളെ കുറിച്ച് ചിന്തിക്കാനും മോളെ സ്നേഹിക്കാനും പരിചരിക്കാനും തുടങ്ങി. മോളുടെ കാര്യത്തില് ചിലപ്പോ പ്രതാപേട്ടൻ വേഗത്തിൽ തീരുമാനങ്ങളൊക്കെ എടുത്തേക്കാം. പക്ഷേ മോൾ അതിനോടൊന്നും ഇപ്പൊ പ്രതികരിക്കാൻ നിൽക്കരുത്. കുറച്ച് സമയമെടുത്ത് മോൾക്ക് പറയാനുള്ളത് ചേട്ടനെ പറഞ്ഞ് മനസ്സിലാക്ക്. ശരി ചെറിയമ്മേ. എല്ലാം ശരിയാവും. മോളുടെ ആഗ്രഹങ്ങളും പ്രാർത്ഥനകളും ദൈവം കേൾക്കാതിരിക്കില്ല. ആ പിന്നെ അമ്പി ചേച്ചിയും ദീപക്കും ഇങ്ങോട്ട് വന്നിരുന്നോ? ഇല്ല ചെറിയമ്മേ. എല്ലാം കൊണ്ട് അവർക്ക് നന്നായിട്ട് നൊന്തിട്ടുണ്ട്. അതിന്റെ ദേഷ്യം ചിലപ്പോ അവര് മോളോടും എന്നോടും കാണിക്കാൻ സാധ്യതയുണ്ട്. മോള് സൂക്ഷിക്കണം. ശരി ചെറിയമ്മേ. അകലെ